ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീട്ടുകാരോട് ബൈയും പറഞ്ഞ് ഞാനും ഹസ്ബൻഡ് കൊച്ചും കൂടെ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദുബായ് യാത്ര. സത്യം പറയാലോ, ഇതൊരു സർപ്രൈസ് ട്രാവലാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ആശാൻ പെട്ടെന്ന് എന്നോട് വന്ന് പറയുക, എടി പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്തോ, ദുബായിലേക്ക് നമുക്കൊരു ട്രിപ്പ് പോകാം. പക്ഷേ എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണേ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ആദ്യം ചേട്ടൻ പറഞ്ഞത് കൊച്ചിനെയും കൊണ്ട് നീ അങ്ങോട്ട് തന്നെ കിളി വന്നേക്കെ. ഇത് കേട്ടതും എൻ്റെ കിളി രണ്ടും പറന്ന്. എന്നാണേലും ആളെ ചതിച്ചില്ല കേട്ടോ. ആള് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും ആള് നാട്ടിൽ വന്നിട്ട് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് അങ്ങോട്ട് പോയത്. അത് തന്നെ വലിയൊരു ആശ്വാസം. കൂടാതെ ചേട്ടൻ്റെ ഫ്രണ്ട്സിൽ 2 ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അവരാണെങ്കിൽ ആദ്യം തന്നെ എയർപോർട്ടിലെത്തി. നമ്മളാണ് ലേറ്റ് ആയത്. അങ്ങനെ ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ വണ്ടി എയർപോർട്ടിൽ തന്നെ പാർക്ക് ചെയ്ത് എന്നിട്ട് അകത്തോട്ട് പോയി. അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ അല്ലാത്ത കാരണം ഞാൻ ആവശ്യമില്ലാത്ത സാഹചര്യത്തിന് മുതിരാൻ നിന്നില്ല. ഫ്ലൈറ്റിലായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അതിൽ ബാഗേജ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. അതിൽ ഗേറ്റ് നമ്പർ 1 ആയിരുന്നു. അപ്പം ചേട്ടനും കൊച്ചും ആദ്യം ഓടുക. അവനാണെങ്കിൽ നല്ല പ്രാക്ടീസ് ഉള്ളതുപോലെയാണ് ഫസ്റ്റിൽ ഓടി. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടെൻഷനും ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടല്ലോ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. നമ്മളോട് പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ചേട്ടനാണെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ കുറേ കൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും, അതിനുള്ള ആൻസറൊക്കെ പറയണം. എന്താണേലും ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചൊന്ന് മൈൻഡ് ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് ടെൻഷനുള്ളതുകൊണ്ട് നല്ലതായിട്ടൊന്നും ആസ്വദിക്കാൻ പോലും പറ്റിയില്ല. പക്ഷേ ചെറുക്കനായിരുന്നു ഭയങ്കര ഹാപ്പി. അങ്ങനെ ക്യാബിൻ ക്രൂ വന്നിട്ട് ബെൽറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറഞ്ഞു. അങ്ങനെ അവൻ സമ്മതിക്കത്തില്ലായിരുന്നു ബെൽറ്റ് ഇടാനൊന്നും. ഞാൻ അവനെ പിടിച്ച് വലിച്ചിട്ട് ബെൽറ്റൊക്കെ ഇടിച്ച് അവിടെ റെഡിയാക്കി ഇരുത്തി. ഇത് നമ്മളൊന്നും കാണാനില്ലല്ലോ. എടാ മറ്റേ ഫോട്ടോ എനിക്ക് അയച്ചു തരാമോ? എനിക്ക് ഇടാൻ പറ്റുമോ? അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നൈറ്റ് ആയത് കാരണം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല താഴെയുള്ള ബിൽഡിങ്ങിൻ്റെയൊക്കെ ലൈറ്റൊക്കെ വന്ന് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നതാണ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫോണിൽ ഞാൻ പല പ്രാവശ്യം എടുക്കാൻ ശ്രമിച്ചിട്ടും അത്രയും ഒരു ഭംഗിയിൽ ഫോണിൽ കിട്ടുന്നില്ല. അത് നേരിട്ട് എന്തായാലും ടെൻഷനെല്ലാം മാറി. ഞാൻ ഒരുപാട് ഹാപ്പിയായി. കൊച്ചിന് ഒരുപാട് സന്തോഷമായി. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. നൈറ്റ് കണ്ടതിലും നല്ല രസമുണ്ടായിരുന്നു. അവിടെ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ വേണ്ടി. ചെക്കൻ മൂക്കും കൊത്തിപ്പിടിച്ച് കിടന്നുറങ്ങുവാണ്. എണ്ണിക്കാൻ വിളിച്ചിട്ട് പോലും അവൻ എണ്ണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറ്റിയും പറിച്ച് വന്ന് നിൽക്കുകയാണ്. ഷാർജ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവിടുന്ന് അബുദാബിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഏജൻസി വഴി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം വണ്ടി നോക്കി നിൽക്കുന്ന നിപ്പാണ്. മനുപേട്ടൻ്റെ ഫാമിലി ഉണ്ട്, ബൈച്ചേട്ടൻ്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ വണ്ടി വന്ന് നമ്മൾ അതിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ വന്നതിൻ്റെ ഒരു ക്ഷീണം എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. ചെറുക്കനാണ് അടങ്ങിയിരിക്കാത്തത്. അവൻ എവിടെ ഇരുത്തിയാലും അവൻ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി കാണുന്ന നല്ല നല്ല സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിച്ച് അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടും കേട്ടൊക്കെയാണ് തിരിച്ച് വണ്ടിയിൽ കയറിയത്. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ചേട്ടനാണ് ക്യാമറമാന്. വീഡിയോ ഫോട്ടോ ഒട്ടും എടുക്കത്തുമില്ല. ഞങ്ങൾ നിന്ന് മടുത്ത്. ചെറുക്കനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. ഷാർജയിൽ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്നു. ഗോൾഡ് സൂക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
എനിക്ക് എല്ലാ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നല്ല ടയേർഡായിരുന്നു. പിന്നെ ഹോട്ടലിലോട്ട് എങ്ങനെയും പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തയായത് കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണേലും ഇന്നത്തെ ദിവസം നല്ലതായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. പിന്നെ കുറേ റീൽസും ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ചെറുക്കം നേണ്ട കറങ്ങി തിരിഞ്ഞ് നടക്കുവാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് തിരിച്ചു പോയി. ദുബായിലുള്ള നയൻസ് ഹോട്ടലിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല റൂമാണ്, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഇന്ന് ഏതായാലും നല്ല ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അടുത്ത പാട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരും അടുത്ത വീഡിയോയും കാണണം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ.